അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ യൂട്യൂബിൽ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായത് ഒരു മൺസൂൺ റിലേറ്റഡ് ആയിട്ടില്ല നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് ട്രെൻഡിങ് കളിക്കുന്ന ഒരു മ്യൂസിക് വെച്ചിട്ടുള്ള ഒരു റീൽസിന്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ. ഈ ഒരു കാണുന്നതാണ് ആ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങളെല്ലാവരും അത് കണ്ടുവരുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടവരിലും അതുപോലെ തന്നെ ഒരുപാട് പേര് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇതിന്റെ അപ്ലോഡ് ചെയ്ത ട്യൂട്ടോറിയൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടപ്പോൾ കുറെ റിപ്ലൈ ആയിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് മലയാളം ടെക്സ്റ്റ് ഇതേപോലെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന മ്യൂസിക്കിന്റെ ആ ഒരു ലിറിക് പോലെ കറക്റ്റ് എങ്ങനെ ലിറിക്സ് ആയിട്ട് നമ്മുടെ വീഡിയോസിൽ എങ്ങനെ എഡിറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതിന്റെ അതിന്റെ വീഡിയോ ട്യൂട്ടോറിയൽ യൂട്യൂബിൽ ചെയ്യുമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന മ്യൂസിക്കിന്റെ മലയാളം ടെക്സ്റ്റ് ലിറിക് ആയിട്ട് നമ്മുടെ ഒരു വീഡിയോയിൽ ക്യാപ്ഷനായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് എങ്ങനെ റീല് ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ള ഒരു ഡീറ്റെയിൽ ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ ഫസ്റ്റ് ആയിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കൂടുതലായിട്ട് അപ്ലോഡ് ചെയ്ത പോലത്തെ ഇൻസ്റ്റാഗ്രാം റിലേറ്റഡ് ആയിട്ടുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള കണ്ടന്റ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോന്റെ ജസ്റ്റ് ഒരു ഡെമോ. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ ഈ ഒരു കണ്ടിട്ടുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു മൂഡി ടൈപ്പ് ആയിട്ടുള്ള ഒരു മൺസൂൺ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഷോർട്സ് ആണ് ഇത്. ആ ഷോർട്സിക്ക് കറക്റ്റ് ഒരു സിങ്ക് ആവുന്ന രീതിക്കുള്ള ഒരു മ്യൂസിക് ആഡ് ചെയ്തിട്ട് ആ ഒരു മ്യൂസിക്കിന്റെ ഓരോ വേർഡ് ലിറിക് ആയിട്ട് ഇങ്ങനെ വീഡിയോന്റെ സെൻറ്റർ പോർഷനിൽ ഒരു മലയാളം ഫോണ്ട് വൈറ്റ് കളറിൽ അത് സെറ്റ് ചെയ്ത് കാണാം. അപ്പോൾ ഒരു കാണുമ്പോൾ തന്നെ നമുക്കൊരു നീറ്റ് ആയിട്ടുള്ള ഒരു ഫീൽ വരുന്നില്ലേ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇതേപോലെ അങ്ങനെ മേക്ക് ചെയ്തെടുക്കുക എന്നാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ മലയാളം ടെക്സ്റ്റ് സെറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മൾ ആദ്യം സെറ്റപ്പ് ആക്കിയിട്ട് നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് പറയുന്നത് നമുക്ക് ഇനി ഈ ഒരു ആഡ് ചെയ്ത് നിങ്ങൾ ഏത് മ്യൂസിക്കാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ആ ഒരു മ്യൂസിക്കിൻ്റെ ലിറിക്ക് നമുക്ക് ആദ്യം കറക്റ്റ് ആ മലയാളം ടെക്സ്റ്റ് നമ്മൾ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് ചെയ്യുമ്പോൾ ഒരുപാട് ടൈം പോകും. അപ്പോൾ നമുക്കത് ഗൂഗിളിൽ നിന്ന് അതിൽ ലിറിക്ക് അടിച്ച് കഴിഞ്ഞാൽ നമുക്കതിൽ ലിറിക്ക് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. അപ്പോൾ ഈ ഒരു സോങ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഗപ്പി എന്നുള്ള മൂവിത്തെ ഒരു സോങ് ആണത്, ടോവിനോ തോമസിന്റെ. അപ്പോൾ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോണ ആ ഒരു മ്യൂസിക്കിന്റെ ലിറിക്ക് നമുക്ക് ടെക്സ്റ്റ് രൂപത്തിൽ കിട്ടാൻ വേണ്ടി നിങ്ങൾ ക്രോം എടുക്കുക. ക്രോമിൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ ഏത് സോങ് ആണ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു സോങ്ങിന്റെ പേരെല്ലാം അടിച്ചിട്ട് ലിറിക്സ് കൂട്ടി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് എഴുതുവാണ്. ഓക്കെ, ഇതാ ഈ മലയാളം ടെക്സ്റ്റ് കണ്ടോ, കറക്റ്റ് നമുക്ക് ആ ഒരു ടെക്സ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നമ്മൾ ആ ഒരു മ്യൂസിക് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു വരി നിങ്ങൾ നോക്കുക. അപ്പോൾ ഇതിൽ ഫസ്റ്റത്തെ ആ ഒരു മ്യൂസിക്കിൻ്റെ സ്റ്റാർട്ടിങ് പറയുന്നത് മഞ്ഞേറും വിണ്ണോരും എന്നുള്ള ഇത് മുതലാണ് സ്റ്റാർട്ടിങ്. അപ്പോൾ ഞാൻ അത് അവിടെ നിന്ന് കോപ്പി എടുത്തിട്ട് ജസ്റ്റ് ഈ ഒരു പാരഗ്രാഫ് മൊത്തം ഞാനതൊന്ന് സെലക്ട് ചെയ്ത് കോപ്പി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നേരെ നിങ്ങളുടെ ഐഫോണിലോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആൻഡ്രോയിഡിൽ ഇപ്പോൾ വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരു നമുക്ക് ഈ കോപ്പി ചെയ്തിട്ടുള്ള ടെക്സ്റ്റ് നമുക്കൊരു ഭാഗത്ത് കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഇപ്പോൾ ആ ഒരു ഭാഗം ഞാൻ ഇപ്പോൾ ഇങ്ങനെ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു വരി നമുക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം അതിന് ടെക്സ്റ്റ് കോപ്പി ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട ഒരു ഭാഗത്ത് പോകാത്ത രീതിക്ക് എവിടെയൊക്കെ കൊണ്ടുപോയിട്ട് ഒന്ന് പേസ്റ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് പിന്നെ ഇനി ചെയ്യേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇതിൽ നിന്നാണ് നമ്മളെ ബാക്കി പരിപാടികൾ സെറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതൊക്കെ നമ്മളിപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് വേണ്ട ഭാഗം പോർഷനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നേരെ ഈ ടെക്സ്റ്റിൻ്റെ ഭാഗത്തേക്ക് തന്നെ കിടക്കലേ വേണ്ടത്. നമ്മൾ ശരിക്കും ഇനി നമ്മൾ ചെയ്യേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമ്മളൊരു എഡിറ്റ് ചെയ്യേണ്ട ക്ലിപ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് മെർജ് കാര്യങ്ങളൊക്കെ ചെയ്ത് കളർ ഗ്രേഡ് കാര്യങ്ങൾ മ്യൂസിക് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് വേണം ഇനി ലാസ്റ്റിക്കാണ് ഇനി നമ്മളൊരു മലയാളം ലിറിക്സ് നമ്മുടെ വീഡിയോയിലേക്ക് അവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ക്യാപ്കട്ട് ആപ്ലിക്കേഷൻ. അപ്പോൾ ഞാനിവിടെ ക്യാപ്കട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് മൺസൂൺ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്ലിപ്സ് ഞാനിവിടെ ക്യാപ്കട്ടിക്ക് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്യാപ്കട്ടിക്ക് നമ്മളിവിടെ വീഡിയോ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ താഴത്തെ ടൂൾ ബോക്സിൽ ആസ്പെക്ട് റേഷ്യോ സെലക്ട് ചെയ്തിട്ട് അതിൽ 9:16 റേഷ്യോ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് താഴത്തെ ആഡ് ഓഡിയോ സെലക്ട് ചെയ്തിട്ട് എക്സ്ട്രാക്ട് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നമുക്ക് വേണ്ട ഒരു ഓഡിയോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ സെയിം ഓഡിയോ തന്നെ ഇവിടെ ആഡ് ചെയ്യുന്നത്. എന്നിട്ട് നിങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള ഓരോ ക്ലിപ്പും സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക സ്ലോമോയിലേക്ക്. അപ്പോൾ ഞാനിവിടെ ആഡ് ചെയ്ത ക്ലിപ്സുകൾക്ക് സ്പീഡിൽ നോർമൽ ഓപ്ഷൻ ഉപയോഗിച്ചിട്ടാണ് ആഡ് ചെയ്ത ക്ലിപ്സുകൾക്ക് അവിടെ സ്ലോമോ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കർവിലോ ഏതിൽ വെച്ചാൽ നിങ്ങൾക്ക് സ്ലോമോ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഞാനിവിടെ ആഡ് ചെയ്തിട്ടുള്ള എല്ലാ ക്ലിപ്സുകൾക്കും അവിടെ സ്ലോമോ അവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ ഇനി ചെയ്യേണ്ടത് പറയുന്നത് ഇനി നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഈ മ്യൂസിക്കിൻ്റെ പേജിനനുസരിച്ച് കറക്റ്റ് ഈ ഒരു ക്ലിപ്സുകളുടെ ഡ്യൂറേഷൻ സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു എളുപ്പപ്പണിയാണ്. ഓവർലേ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള ഏത് വീഡിയോയുടെ മോഡലിലേക്കാണ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യേണ്ടത് ആ ഒരു വീഡിയോ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് ഇതിലേക്ക് ഓവർലേ ആക്കിയിട്ട് ആഡ് ചെയ്യുക. എന്നിട്ട് ഒന്ന് ചെറുതാക്കിയിട്ട് ഒരു മൂലക്ക് കൊണ്ടുപോയി വെക്കുക. എന്നിട്ട് ഈ വൈറ്റ് ലൈൻ നിങ്ങളിങ്ങനെ ഫ്രണ്ടിലേക്ക് നീക്കുമ്പോൾ നമ്മൾ റെഫറൻസ് ആക്കി വെച്ചിട്ടുള്ള വീഡിയോയിൽ ഓരോ വീഡിയോ എവിടെ വെച്ചിട്ടാണ് മാറുന്നത് നോക്കുക. അവിടേക്ക് നിങ്ങൾ ഈ ഒരു വീഡിയോൻ്റെ
എൻഡിങ് നിങ്ങൾ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ ഡ്യൂറേഷൻ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഒന്നാമത്തെ വീഡിയോ ഇവിടെ വെച്ചിട്ടാണ് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അവിടെ വെച്ച് സ്പ്ലിറ്റ് ചെയ്ത് ബാക്കി പോർഷൻ ഡിലീറ്റ് ചെയ്തു. ഇനി രണ്ടാമത്തെ വീഡിയോ എവിടെ വെച്ചിട്ടാണ് എൻഡ് ചെയ്യുന്നത് നോക്കുക. അതിനനുസരിച്ച് നമ്മൾ ഇതിൻ്റെ ഡ്യൂറേഷൻ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ വീഡിയോ ഈ ഒരു ഭാഗത്തു നിന്നാണ് എൻഡ് ചെയ്യുന്നത്. അവിടെ വെച്ച് ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് ബാക്കി പോർഷൻ ഡിലീറ്റ് ചെയ്തു. അതേപോലെ ഇനി മൂന്നാമത്തെ വീഡിയോ നിങ്ങൾ നോക്കുക. മൂന്നാമത്തെ വീഡിയോയിൽ ഇവിടെ നിന്നാണ് മാറുന്നത്. ഓക്കെ, ഇവിടെ നിന്നാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ മേലത്തെ ഒരു റെഫറൻസ് ആക്കി വെച്ചിട്ടുള്ള വീഡിയോയിൽ എവിടെ വെച്ചിട്ടാണ് അടുത്ത ക്ലിപ്പ് മാറുന്നത് നോക്കിയിട്ട് നിങ്ങൾ അതിനനുസരിച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ കറക്റ്റായിട്ട് ആ ഒരു മ്യൂസിക്കിൻ്റെ ബീറ്റിനനുസരിച്ചിട്ട് കറക്റ്റ് നമ്മൾ ആ ഡ്യൂറേഷൻ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മേലെ റെഫറൻസ് ആക്കി വെച്ചിട്ടുള്ള റീൽ നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളയുക. എന്നിട്ട് നമ്മൾ കൊടുത്ത സ്ലോമോലെ ഗ്രാഫ് പോയി കഴിഞ്ഞാൽ അവിടെ കാണാൻ നിങ്ങൾക്ക് സ്മൂത്ത് ആയിട്ടുള്ള സ്ലോമോലേക്ക് മാറ്റാനൊരു ഓപ്ഷൻ, സ്മൂത്ത് സ്ലോമോ ഉണ്ട്. അത് സെലക്ട് ചെയ്തിട്ട് ബെറ്റർ ക്വാളിറ്റി കൊടുക്കുക. അപ്പോൾ ഇതേ മെത്തേഡ് നിങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള എല്ലാ ക്ലിപ്സുകൾക്കും നിങ്ങൾ സ്ലോമോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള എല്ലാ ക്ലിപ്സുകൾക്കും നിങ്ങൾ ഈ സ്മൂത്ത് ആയിട്ടുള്ള സ്ലോമോ അവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള എല്ലാ ക്ലിപ്സുകൾക്കും ഇപ്പോൾ അവിടെ സ്ലോമോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ ഇനി ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി ഇപ്പോൾ നിങ്ങൾക്ക് ഞാനിവിടെ പ്രിവ്യൂ ആയിട്ട് കാണിച്ചു എന്നുള്ള ഒരു വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെ താഴെ ചെറിയൊരു ബ്ലാക്ക് കളർ ബോർഡർ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓവർലേ സെലക്ട് ചെയ്തിട്ട് ആഡ് ഓവർലേ പോയിട്ട് നിങ്ങളൊരു പ്ലെയിൻ ആയിട്ട് ഒരു ബ്ലാക്ക് ഇമേജ് നിങ്ങൾ ക്യാപ് കട്ടിക്ക് ഓവർലേ ആക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം അത് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഫില്ല് ചെയ്തിട്ട് വീഡിയോയുടെ സ്റ്റാർട്ട് ടു എൻഡ് നിങ്ങൾ ആ ഒരു ബ്ലാക്ക് ഇമേജിനെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് താഴത്തെ ടൂൾ ബോക്സിൽ മാസ്ക് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് സെലക്ട് ചെയ്തിട്ട് അതിൽ മിറർ സെലക്ട് ചെയ്തിട്ട് താഴത്തെ ടൂൾ ബോക്സിൽ ഇൻവേർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ബ്ലാക്ക് ബോർഡർ ആയിട്ട് കിട്ടും. പിന്നെ അത് നിങ്ങൾക്ക് വേണ്ട സൈസിനനുസരിച്ചിട്ട് നിങ്ങൾ ഇത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ബ്ലാക്ക് ബോർഡർ നമ്മുടെ വീഡിയോയിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ ഇനി ചെയ്യുന്നത് പറയുന്നത്, ഇനി ഇതിലേക്ക് നമ്മളൊരു മോഡി ടൈപ്പ് ആയിട്ട് ഒരു കളർ ഗ്രേഡ് സെറ്റ് ചെയ്തെടുക്കലാണ്. അപ്പോൾ ഒരു കളർ ഗ്രേഡ് സെറ്റ് ചെയ്യാൻ വേണ്ടി താഴത്തെ ടൂൾ ബോക്സിലെ ഫിൽറ്റർ സെലക്ട് ചെയ്തിട്ട് അതിൽ ആദ്യം നിങ്ങൾ അഡ്ജസ്റ്റ്മെൻറ്റ് പോവുക. അഡ്ജസ്റ്റ്മെൻറ്റ് പോയിട്ട് കുറച്ച് ബ്രൈറ്റ്നെസ് കുറച്ച് കൊടുക്കുക, കുറച്ച് ഹൈലൈറ്റും നിങ്ങളൊന്ന് കുറച്ച് കൊടുക്കുക. എന്നിട്ട് പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ക്ലാരിറ്റി ഒന്ന് കൂട്ടി കൊടുക്കുക. അതേപോലെ ഷാർപ്പനും ഒന്ന് നൈസായിട്ട് കൂട്ടി കൊടുക്കുക. എന്നിട്ട് പിന്നെ ഫിൽറ്റർ ഓപ്ഷനിൽ പോയിട്ട് നിങ്ങൾക്ക് അവിടെ ഒരു ബെർലിൻ എന്നുള്ള ഒരു ഫിൽറ്റർ ഉണ്ടാവും. അത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് വേണ്ട അഡ്ജസ്റ്റ്മെൻറ്റ് ഇവിടെ അടിയിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് സൈഡിൽ ടിക്ക് മാർക്ക് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ഫിൽറ്റർ നിങ്ങളുടെ വീഡിയോയുടെ സ്റ്റാർട്ട് ടു എൻഡ് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് എക്സ്ട്രാ ഒരു ഗ്ലോ എഫക്റ്റ് കൂടി കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ എഫക്റ്റിൽ വീഡിയോ എഫക്റ്റ് പോയിട്ട് അതിൽ റിട്രോ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ സ്റ്റാർട്ടിൽ കാണാം റിട്രോ ബ്ലൂ എന്നുള്ളത്. അത് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഓപ്ഷണലാണ്. എന്നിട്ട് നിങ്ങളുടെ വീഡിയോയുടെ സ്റ്റാർട്ട് ടു എൻഡ് ഈ ഒരു റിട്രോ ബ്ലൂ എഫക്റ്റ് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് പോയിട്ട് ആ ഒരു ബ്ലൂ കളർ പോകാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഫിൽറ്റർ ഒന്ന് കുറച്ച് കൊടുത്താൽ നമുക്കൊരു ഫിൽറ്റർ പോയി കിട്ടും. എന്നിട്ട് ബാക്കി പിന്നെ നിങ്ങളുടെ ഐഡിയ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ട പോലെ നിങ്ങൾ അതിൻ്റെ ബാക്കി അഡ്ജസ്റ്റ്മെൻറ്റ് കൂടി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ വീഡിയോയുടെ മൂടി ടൈപ്പിലേക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത് നമ്മൾ ഇനി ചെയ്യുന്നത് പറയുന്നത്, ഇനി ഇതിലേക്ക് ഒരു മലയാളം ലിറിക്സ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള മ്യൂസിക്കിനനുസരിച്ച് സെറ്റ് ചെയ്തെടുക്കലാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇനി ചെയ്യേണ്ടത് പറയുന്നത്, നമ്മുടെ ഫസ്റ്റ് ആ ഒരു മ്യൂസിക്കിൻ്റെ ലൈൻ ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാം, മഞ്ഞേറും എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ മഞ്ഞേറും എന്നുള്ള വാക്ക് നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാവരും ആ ഒരു മ്യൂസിക്കിൻ്റെ പാരഗ്രാഫ് നമ്മൾ കോപ്പി ചെയ്തൊരു ഭാഗത്ത് വെച്ചില്ല. അവിടെ പോയിട്ട് നിങ്ങൾ ആ ഫസ്റ്റ് ലൈനിൻ്റെ ഫസ്റ്റ് വേർഡ് കോപ്പി ചെയ്തെടുക്കുക. എന്നിട്ട് പിന്നെ നിങ്ങൾ ക്രോം എടുക്കുക. ക്രോമിൽ നിങ്ങൾ കോഡ് FML എന്ന് സെർച്ച് ചെയ്തിട്ട് ഏറ്റവും മേലെ കാണുന്ന ആ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് മേലത്തെ ബോക്സിൽ നിങ്ങൾ അത് കോപ്പി ചെയ്തിട്ടുള്ള ഒരു മലയാളം ടെക്സ്റ്റിലേക്ക് കൊടുത്തിട്ട് പേസ്റ്റ് ചെയ്തതിന് അടിയിൽ നിങ്ങൾക്ക് കാണാൻ ഒരു വായിക്കാൻ തിരിയാത്ത പോലത്തെ ഒരു കുറച്ച് ടെക്സ്റ്റ് വരുന്നു. അത് നിങ്ങൾ കോപ്പി എടുക്കുക, മഞ്ഞ കളർ ബോക്സ് സെലക്ട് ചെയ്തിട്ട്. എന്നിട്ട് ആ ഒരു ടെക്സ്റ്റ് ഇതിലേക്ക് വന്നിട്ട് ആഡ് ടെക്സ്റ്റ് ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് അത് നിങ്ങൾ ആ ഒരു ടെക്സ്റ്റ് ഇതിലേക്ക് വന്ന് പേസ്റ്റ് ചെയ്യുക. അപ്പോൾ കണ്ടൊരു മഞ്ഞേറും എന്നുള്ള കറക്റ്റായിട്ട് വന്നുള്ളത്. ഈ ഒരു കറക്റ്റായിട്ട് നിങ്ങളുടെ ഈ ഒരു ക്യാപ്കട്ടിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഒരു മലയാളം ഫോണ്ട് നിങ്ങളുടെ ക്യാപ്കട്ടിലേക്ക് ഇമ്പോർട്ട് ചെയ്യണം. മലയാളം ഫോണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി, ചെറിയ പേയ്മെൻറ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ മഞ്ഞേറും എന്നുള്ള ഫോണ്ട് ഇപ്പോൾ ഇവിടെ വന്നു. ഞാൻ മലയാളം ഫോണ്ട് ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ടാണ് ഇതിലേക്ക് വന്നിട്ടുള്ളത്. നിങ്ങൾ മലയാളം ഫോണ്ട് ആഡ് ചെയ്യാതെ വന്നിട്ട് മഞ്ഞേറും എന്നടിച്ച് കഴിഞ്ഞാൽ ഇതേപോലെ കാര്യമാണ് നിങ്ങൾക്ക് ആ ഒരു ഫോണ്ട് വരിക. അപ്പോൾ ഇംഗ്ലീഷ് ഫോണ്ടിൽ ഇത് സപ്പോർട്ട് ആവില്ല. നിങ്ങൾക്ക് കറക്റ്റ് മലയാളം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മലയാളം ഫോണ്ട് ക്യാപ്കട്ടിലേക്ക് ഇമ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞാനങ്ങനെ ഇന്ത്യയിൽ കുറച്ച് ട്രെൻഡിങ് ആയിട്ടുള്ള കുറച്ച് മലയാളം ഫോൺസൊക്കെ ഇന്ത്യയിൽ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക.
ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ മഞ്ഞേറും എന്നുള്ളത് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ആനിമേഷനിൽ പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ആനിമേഷൻ അതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ടൈപ്പ് 2 എന്നുള്ള ആനിമേഷൻ ഞാൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് കറക്റ്റായിട്ട് നമ്മുടെ ഫസ്റ്റത്തെ ക്ലിപ്പിനനുസരിച്ച് ഇപ്പോൾ ഇവിടെ സെറ്റ് ചെയ്തു. ഇപ്പോൾ കറക്റ്റായിട്ട് ഇപ്പോൾ നിങ്ങളൊരു പ്രിവ്യൂലായിട്ട് കണ്ട പോലത്തെ റീൽ ഇപ്പോൾ ഇവിടെ ആയിട്ടുണ്ടാവും. ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ നോക്കി ഉണ്ടോ. ഇനി അടുത്ത ടെക്സ്റ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പുതിയ ടെക്സ്റ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് ആഡ് ചെയ്ത് ഇത് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് നേരെ അടുത്ത ക്ലിപ്പിൻ്റെ അടിയിൽ വലിച്ചിടുക. എന്നിട്ട് അതിൻ്റെ ഡ്യൂറേഷൻ കറക്റ്റായിട്ട് ആ ഒരു ക്ലിപ്പിനനുസരിച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സ്റ്റൈലിൽ പോയിട്ട് ഈ ഒരു ടെക്സ്റ്റ് നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളയുക. എന്നിട്ട് നേരെ നമ്മളെ മ്യൂസിക് സേവ് ചെയ്ത് വെച്ച ഭാഗത്ത് പോയിട്ട് രണ്ടാമത്തെ വേർഡ് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തിട്ട് നേരെ നമ്മളെ ഈ ഒരു കോഡ് FM-ലേക്ക് വന്നിട്ട് മേലത്തെ ബോക്സിലത്തെ ടെക്സ്റ്റ് ഡിലീറ്റ് ചെയ്തിട്ട് രണ്ടാമത്തെ ടെക്സ്റ്റ് നിങ്ങൾ ഇതിലേക്ക് വന്നിട്ട് പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്യുമ്പോൾ അടിയിൽ ആ ഒരു വേർഡ് വരും. അത് കോപ്പി ചെയ്തിട്ട് നേരെ നമ്മുടെ ക്യാപ്കട്ടിലേക്ക് വന്നിട്ട് ഇവിടെ വന്ന് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വരി അവിടെ വരും, വിണ്ണോരം എന്നുള്ളത്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഇങ്ങനെ ഓരോ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് ഇങ്ങനെ ടെക്സ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പ്രിവ്യൂല് കണ്ട പോലത്തെ റീല് നിങ്ങൾക്ക് മേക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ മേക്ക് ചെയ്തെടുക്കാൻ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് കൊടുത്ത് ട്രെൻഡിങ് ആയിട്ട് ട്യൂട്ടോറിയൽസ് ഒക്കെ പെട്ടെന്ന് കിട്ടാൻ വേണ്ടി ജസ്റ്റ് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്നു, സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ പുതിയ വീഡിയോ വീണ്ടും കാണാം. ഓക്കെ, ബൈ.